എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടേക്ക് നല്ല മഴ ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോക്കനട്ട് ചിക്കൻ ഗീ റോസ്റ്റ്. വളരെ എളുപ്പവും വളരെ സ്വാദിഷ്ടവുമായുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മീര. അവളാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ മീരയ്ക്ക് വളരെ താങ്ക്സ്. ഈ വീഡിയോയിലൂടെ മീരയോട് ഞാൻ താങ്ക്സ് പറയുന്നു. പിന്നെ നമുക്കിന്ന് അടുക്കളയിലേക്ക് നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ പോയാലോ? എളുപ്പത്തിലാവണ ഒരു ഗീ റോസ്റ്റാണ് ചിക്കൻ കോക്കനട്ട് ഗീ റോസ്റ്റ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്തിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ ഒന്നും മറക്കണ്ട കേട്ടോ. ശരി, നമുക്ക് നമ്മളുടെ പണി തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകും പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. ഇതിന് പെരിഞ്ചീരകമാണ് ചേർക്കുക കേട്ടോ. അപ്പം നമ്മളുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കേണ്ട ഒരു സൈഡിൽ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് സാജീരകം ഇട്ട് കൊടുക്കാം. ഈ സാജീരകം നല്ലൊരു മണത്തിനാണ് കേട്ടോ. നല്ല മണമാണ് സാജീരകത്തിന്. ഇത് പൊട്ടി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ചുള വെളുത്തുള്ളി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതൊക്കെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി മൂക്കട്ടെ. മൂത്താലേ ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായി മൂത്തു. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സവാളയുടെ ഒപ്പം തന്നെ സവാളയുടെ പേസ്റ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം, സവാള വേഗം മൂക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്. സവാള നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഇത്ര മൂത്താൽ മതി. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഒന്ന് മാഷാവട്ടെ. ഇത് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയുടെയും തക്കാളിയുടെയും അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി ഇത്ര മൂത്തു. ഇനി നമുക്ക് തക്കാളിയുടെ പേസ്റ്റും സവാളയുടെ പേസ്റ്റും ചേർക്കണ്ട്. അപ്പോൾ പിന്നെ ആ തക്കാളി അതിൻ്റെ ഒപ്പം മൂത്തോളും. തക്കാളിയുടെ പേസ്റ്റ് ഇനി നമുക്ക് സവാളയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഈ തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ പേസ്റ്റ് ചേർത്താൽ നല്ല കൊഴുപ്പുണ്ടാവും കറിക്ക്. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല പേസ്റ്റായി. ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കഴുകി വെച്ച 1 കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കാട്ടോ. ഈ ചിക്കനിന് വെള്ളം ഇറങ്ങും. ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഈ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് പറഞ്ഞു തന്നാണ്. ആ റെസിപ്പി പറഞ്ഞു തന്നപ്പോൾ ഞാൻ അപ്പം തന്നെ അത് എഴുതിയെടുത്തു. എന്നിട്ട് നിങ്ങളുടെ കൂടി മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയും ടേസ്റ്റിയാണ് ഈ ചിക്കൻ. ഇത് നമുക്ക് അടച്ചു വെക്കാം. അത് വേവുമ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങും. നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് വറ്റി ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് നമുക്ക്
അങ്ങനെ വരട്ടിയെടുക്കാം. ഇത്ര തേങ്ങ മതി കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നമുക്കിത് ചേർത്തിളക്കാം. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഈ ചിക്കൻ. ഇതിലേക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പില, മല്ലിയില, പുതിനയില ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം. എരിവുണ്ട്, ചെറിയൊരു മധുരമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉള്ളി അരച്ച് ചേർത്തില്ലേ, ചെറിയൊരു പുളിരസമുണ്ട്, തേങ്ങ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ കോക്കനട്ട് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ സാദാ ചോറിൻ്റെ കൂടെയോ കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം.